ഹലോ, ഞാൻ ഇന്നൊരു പഴയ രുചിയും കൊണ്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് അമരപ്പയർ. പഴയ ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ 2K കിഡ്സിന് ഇത് അറിയാൻ വലിയ വഴി ഉണ്ടാവില്ല. പയർ വർഗ്ഗത്തിൽ പെടുന്ന പച്ചക്കറി എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ഇത് ഒരുപാടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അധികം കാണാറില്ല. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി കറി വെച്ചോളാൻ പറഞ്ഞ് തന്നതാണേ. ഇത് കാണുമ്പോൾ ഇത്രയും ഉണ്ടെങ്കിലും നമ്മളിതിങ്ങനെ പൊളിച്ച് വരുമ്പം വളരെ കുറച്ചേ കാണുകയുള്ളൂ. അപ്പോൾ തുമ്പിക്കുഞ്ഞും അമ്മയെ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ആ ചേച്ചി അമ്മയുടെ കൊടുത്ത് വിട്ടതാണ്. ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ ഭയങ്കര മെനക്കെട്ട പണി കേട്ടോ. കുറേ നേരം വേണം. അത് മാത്രമല്ല, പൊളിച്ച് വരുമ്പോഴത്തേനും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ താനും. ഞങ്ങളൊക്കെ അതിൻ്റെ പച്ചപ്പയർ തോരൻ വെക്കാനും ഇതുപോലെ ഉണങ്ങിയ പയർ ചാറുകറി വെക്കാനും ആട്ടോ എടുക്കുന്നത്. ഇത് നമ്മൾ കടലയൊക്കെ വേവിക്കുന്നത് പോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുക്കറിൽ വേണം വേവിക്കാൻ. കാരണം ഒരുപാട് സമയം എടുക്കും വെന്ത് വരാനായിട്ട്. അത്രയും സാധനം പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും 60% അതിൻ്റെ തൊലിയും, ബാക്കി വെറും 40% നമുക്ക് അതിൻ്റെ പയറായിട്ടും കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇത്രയും കഷ്ടപ്പെടാൻ കഴിയില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ ഈ വിളകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അപ്രത്യക്ഷമാവുന്നത്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം, കറി വെച്ച് നോക്കണം. എന്തായാലും പുതിയ തലമുറയ്ക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഇതിൻ്റെ കറി വെക്കുന്ന വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.